നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. പക്ഷെ ഒന്നുണ്ട്, എപ്പോഴും ഇങ്ങനെ സുഖം മാത്രമാണെങ്കിൽ നമുക്ക് സുഖം അത്ര കണ്ട് ആസ്വദിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒരുപോലെ വരുമ്പോഴേ നമുക്ക് ആ സുഖം എന്താണെന്നും ആ സന്തോഷം എന്താണെന്നും അതിനെ ആസ്വദിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഒരു മധുര പലഹാരം, എന്തിനു പറയുന്നത്, ലഡു തന്നെ ആയിക്കോട്ടെ. ലഡു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്കത് കിട്ടുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ ചാടി ഒരെണ്ണം എടുത്ത് വായിലിടും. ആഹാ, എന്തൊരു സ്വാദ്, എന്തൊരു മധുരം! നമ്മളതിനെ ആസ്വദിച്ച് ചവച്ച് ആസ്വദിച്ച് നമ്മളതിനെ കഴിക്കും. പക്ഷെ നമ്മുടെ ആവശ്യം തീർന്നില്ല. മധുരപലഹാരം നമ്മുടെ മുന്നിൽ പിന്നെയും ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അടുത്തതെടുക്കും. അടുത്തതും അതുപോലെ നമ്മൾ ആസ്വദിച്ച് കഴിക്കും. പക്ഷേ ആദ്യത്തേൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നോ? അറിയില്ല. എന്നാലും കൊള്ളാം, നമുക്കിഷ്ടമായി, നമ്മൾ വീണ്ടും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തത് എടുത്തപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ആവശ്യത്തിനല്ലേ, ഇഷ്ടം പോലെ കഴിക്കാൻ ഇനിയും ഉണ്ടല്ലോ, നമ്മൾ പിന്നെയും കഴിച്ചു. പക്ഷേ ഏറ്റവും ആദ്യത്തേൻ്റെ അത്ര ഒരു മധുരം ഉണ്ടായിരുന്നോ? അറിയില്ല. അപ്പം നമ്മൾ വീണ്ടും നാലാമത്തെ എടുത്തു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഏതാണ്ട് മതിയായി തുടങ്ങി. എന്നാലും മുന്നിൽ കുറേ ഇരിപ്പുണ്ട്, അപ്പോൾ നമുക്ക് കഴിച്ചേ മതിയാവും. അപ്പോൾ വീണ്ടും നമ്മൾ കഴിച്ചു. അടുത്തതോ വീണ്ടും അഞ്ചാമത്തെ എടുത്തു. ഇനി നമുക്ക് വേണ്ട, എന്നാലും കഴിക്കണം. ഇപ്പം ആ മധുരമായിട്ടാണോ നമുക്ക് തോന്നുന്നത്? ആ മധുരത്തിന് വല്ലാത്തൊരു മത്തും വല്ലാത്തൊരു ചവർപ്പും വല്ലാത്തൊരു മടുപ്പും അനുഭവപ്പെടുന്നില്ലേ? ഇത് തന്നെയാണ് സുഖവും ദുഃഖവും. സുഖം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സുഖം എന്താണെന്ന് ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല. ആ സുഖം എന്താണെന്ന് ആസ്വദിക്കണമെങ്കിൽ ഇടയ്ക്കൊരു കുഞ്ഞു ദുഃഖം നമുക്ക് ആവശ്യമുണ്ട്. എന്നാലേ ഈ കാണുന്നത്, ഈ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുഖമായിരുന്നു എന്ന്, സന്തോഷമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സുഖവും അല്പ ദുഃഖവും ഒക്കെ വന്നും പോയി ഇരുന്നോട്ടെ, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാലോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ ഉപനിഷത്തുകളെ കുറിച്ച് പറഞ്ഞു. അതായത് എത്ര ഉപനിഷത്തുകളുണ്ട്? 108 ഉപനിഷത്തുകളുണ്ട്. അവ ഏതൊക്കെയാണ്? വ്യാഖ്യാനം ചെയ്യപ്പെട്ടത് ഏതൊക്കെയാണ്? ഇങ്ങനെ തുടങ്ങി ഉപനിഷത്തുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്താണ് ഉപനിഷത്ത്? വേദാന്തമാണ് ഉപനിഷത്ത്. വേദത്തിൻ്റെ അന്തമാണ് ഉപനിഷത്ത്. അതായത് വേദത്തിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഉപനിഷത്ത്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞതിൽ സംസാരിച്ചത്. നമുക്ക് ഇനി അതിൽ ഒരെണ്ണം എടുത്ത് നമുക്ക് അതിലൊന്ന് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ആദ്യമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈശോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്താണ്. ഈശോപനിഷത്തിനെ നമ്മൾ ഈശോവാസ്യ ഉപനിഷത്ത് എന്നും പറയാറുണ്ട്. 108 ഉപനിഷത്തുകളിലെ ജഗദ്ഗുരു ശങ്കരാചാര്യരാൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള 10 ഉപനിഷത്തുകളിലെ ആദ്യത്തേതാണ് ഈ ഈശോവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഇതിനകത്ത് ഈശോവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്ന പേരിൽ തന്നെ ഈശൻ എന്ന വാക്കടങ്ങിയിട്ടുണ്ട്, അതായത് ഈശ്വരൻ. അപ്പോൾ ഇതിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഈശ്വരനെ കുറിച്ചിട്ടാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പദ്യരൂപത്തിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഓരോ വരിയും എടുത്ത് അതിൻ്റെ അർത്ഥം പറയാനായി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം എന്നേ ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ആൾക്കാർക്ക് മനസ്സിലാവട്ടെ എന്താണ് ഓരോ ഉപനിഷത്തിലും അടങ്ങിയിരിക്കുന്നത് എന്താണ്. ഓരോ വരിയും നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോകുമ്പോൾ അത് ഒരുപാട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മടുപ്പുളവാക്കും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഓരോ ഉപനിഷത്തിലും എന്താണ് അടങ്ങിയിരിക്കുന്നത്, അതിനകത്ത് എന്താണ് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഉപനിഷത്തിൽ 18 മന്ത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ശുക്ല യജുർവേദത്തിലാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഈശ്വരൻ എന്നാണ്. കേട്ടിട്ടില്ലേ, തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന്? അതായത് ജീവനുള്ളവയിലും ജീവനില്ലാത്തവയിലും ഒക്കെ ഈശ്വരനുണ്ട്.
അതാണ് ഇതിൻ്റെ ആദ്യത്തെ വരിയിൽ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. ഈശ്വരനെ അറിയുക. ഈശ്വരൻ എവിടെയാണുള്ളത്? നമ്മുടെ ചുറ്റിലുമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ചുറ്റിലും ആ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഇതിനകത്ത് ആദ്യമായി പറയുന്ന കാര്യം. നരസിംഹാവതാര കഥ കേട്ടിട്ടില്ലേ? പ്രഹ്ലാദനും നരസിംഹാവതാരവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, നിന്റെ നാരായണൻ എവിടെയാണ് വരാൻ പറയുമെന്നൊക്കെ. അപ്പോൾ പ്രഹ്ലാദൻ അതിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ നാരായണൻ ഈ ലോകത്ത് എല്ലായിടത്തുമുണ്ട്, ഇവിടെ എല്ലായിടത്തുമുണ്ട് എന്ന്. അപ്പോൾ ആ തൂണ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ പറയുന്നു, ആ തൂണിലുമുണ്ട് എന്ന് പറഞ്ഞു. ആ തൂണിലൂടെയാണ് നരസിംഹാവതാരം പുറത്തു വരുന്നതും ഹിരണ്യകശിപുവിനെ വധിക്കുന്നതും. ആ ഒരു സ്റ്റോറിയുടെ യഥാർത്ഥ ഗുണപാഠം തന്നെ എന്താണ്? തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന് സ്ഥാപിക്കുന്നതാണ്. അതിനുശേഷം ഇതിനകത്ത് വീണ്ടും പറയുന്നത് എന്താണ്? നമ്മൾ ഈശ്വരനെ അറിയണം എന്നാണ്. ഈശ്വര ചിന്ത അഥവാ വിശ്വാസം ഉണ്ടാകണം. കാരണം എന്താണോ നമ്മുടെ വിശ്വാസം, അതാണ് നമ്മൾ കാണുന്നത്. മനസ്സിനെ അനിയന്ത്രിതമായി വിടാതെ പ്രധാനമായും ചെയ്യേണ്ടത് അന്യന്റെ ഒന്നും അനാവശ്യമായി ആഗ്രഹിക്കാതിരിക്കുകയും ഈശ്വര ചിന്ത നിലനിർത്തുകയും ചെയ്യണം. ഒരു ജീവിതത്തിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ അത്യാവശ്യമായി ഇതിനകത്ത് പറയുന്നതാണ് ഈശ്വര ചിന്ത. എന്തിനാണ് ആ ഈശ്വര ചിന്ത? മനസ്സിനെ അനിയന്ത്രിതമായി കൈവിട്ടു പോവാതിരിക്കാൻ. കുറഞ്ഞ പക്ഷം ഒരു പ്രപഞ്ച ശക്തിയെക്കുറിച്ചിട്ടുള്ള ബോധം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ഒരു ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കണം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.